വാർത്തയിലേക്ക് വിശദമായി. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമ്മലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. ചമ്മൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. എം.എസ്. അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വീണ്ടും ഇത്തരം അക്രമ സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഷഹബാസിന്റെ മരണത്തിന്റെ വേദന വിട്ടുമാറിയില്ല. ആ ഇടങ്ങളിൽ തന്നെയാണ് മറ്റൊരു അക്രമ സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വെട്ടേറ്റ അനുജന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മദ്യലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച സഹോദരൻ ഇളയ ആളെ വാളിന് വെട്ടിയിരിക്കുന്നത്. താമരശ്ശേരി ചമൽ അംബേദ്കർ കോളനിയിൽ അഭിനന്ദ് എന്ന 23 വയസ്സുകാരനാണ് വെട്ടേറ്റിരിക്കുന്നത്. സഹോദരനായ അർജുൻ വാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് ആ സംഭവം. ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയുണ്ട്, അവിടെ നിന്നും വാളെടുത്താണ് അനുജൻ അഭിനന്ദിനെ അർജുൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇയാൾ ഏറെ നാളുകളായി ലഹരിക്ക് അടിമയായിരുന്നു. ഇയാളെ പിന്നീട് ലഹരി വിമോചന കേന്ദ്രത്തിൽ അനുജൻ എത്തിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് വീട്ടിൽ വെച്ച് വെട്ടിയത് എന്ന വിവരമാണ്, അങ്ങനെ ഒരു മൊഴിയാണ് പ്രതി നൽകിയിരിക്കുന്നത്. രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിച്ചു വരികയും ചെയ്യുന്നത്. അഭിനന്ദ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 6 സ്റ്റിച്ചുകളാണ് തലയിലുള്ളത്. ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ ഈ ഗുരുതിത്തറയിലെത്തി അവിടെ നിന്നും വാളുമായി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ആചാരത്തിന്റെ ഭാഗമായി ഈ ഗുരുതിത്തറയ്ക്ക് പുറത്താണ് പലപ്പോഴും വാൾ വെക്കാറ്. ഈ വാൾ എടുത്തുകൊണ്ട് പോയതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ പ്രതിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഇതിനു മുൻപും ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ സംബന്ധിച്ച് എന്താണ് ലഭിക്കുന്നത്? ഈ അപകട സമയത്ത് ഇവർ മാത്രമാണോ ഉള്ളത് വീട്ടിൽ? രേണുക, അങ്ങേയറ്റം ഒരു അപകടകാരി എന്ന രീതിയിൽ തന്നെയായിരുന്നു കുറച്ച് നാളുകളായി ഈ അർജുന്റെ പ്രവർത്തനമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതായതോടെയാണ് ഈ ലഹരിയിൽ നിന്നും മോചനം ലഭിക്കാനായി ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് ബലം പ്രയോഗിച്ച് സഹോദരനെ അനുജൻ കൊണ്ടുപോയത്. ഇത് വലിയ വിരോധം ഇയാൾക്ക് സൃഷ്ടിച്ചു. ലഹരി മോചന കേന്ദ്രത്തിൽ പോയിട്ടും ഇതിൽ നിന്നും മോചനം നേടാനുള്ള ഒരു മാർഗവും അല്ലെങ്കിൽ ഒരു ലക്ഷണവും ഇയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തില്ല. അതിലുപരി തന്റെ ലഹരി ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ച അനുജനോടുള്ള പക ഇയാൾക്ക് കൂടുകയാണ് ചെയ്തത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് അനുജന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചത്. എന്തായാലും വധിക്കാനുള്ള ഒരു ലക്ഷ്യം തന്നെ ആയിരുന്നു ഇയാൾക്കെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഗുരുതിത്തറയിൽ നിന്നും വാള് എടുത്ത് വീട്ടിൽ വന്ന് അനുജനെ വെട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.